മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 40-ാം സങ്കീർത്തനം 8-ാം തിരുവചനത്തിൽ വചനം പറയുകയാണ്, എൻ്റെ ദൈവമേ, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആനന്ദം. നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ അല്പസമയം പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങുകയാണ്. ഒരു നിമിഷം കർത്താവിൻ്റെ സാന്നിധ്യത്തിന് മുൻപിൽ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഈ സ്തുതി ആരാധനയിൽ പ്രത്യേകം നിയോഗമായി ലോകമെമ്പാടും ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി പീഡനമേൽക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം വലതുകരം ഉയർത്തി കർത്താവായ യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, പ്രവർത്തിക്കണമേ, അഭിഷേകം നൽകണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. കുടുംബങ്ങളെ, തലമുറകളെ, സഭാ സമൂഹങ്ങളെ, ദേശാന്തരങ്ങളെ, രാജ്യങ്ങളെ, ഭൂഖണ്ഡങ്ങളെ ആവാപിതാവേ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ, വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ കൃപയുടെ സമൃദ്ധി പെരുമഴ പോലെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പെയ്തിറങ്ങുവാൻ എല്ലാവരും ആഗ്രഹിച്ച് ഒരുമിച്ച് പാടുന്നു. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും, കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും, ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. വിശ്വാസത്തിൽ ശക്തിപ്പെടട്ടെ. ഒന്ന് പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും, കൃപയാലേ, 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 കൃപയാൽ അനുദിനവും. കരങ്ങൾ ഉയർത്തിയടിച്ചു പാടുന്നു. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും, പകരുക, പകരുക, പകരുക. കൃപയാലേ, കൃപയാലേ, കരങ്ങൾ ഇരുവശങ്ങളിലേക്ക് അടിച്ചടിച്ച് എല്ലാവരും ഒരുമിച്ച്. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം, അനശ്വരമായ വചനമതേകി അതിശയമായ. കരങ്ങൾ ഉയർത്തി അടിച്ച് തുള്ളിച്ചാടി. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും, കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും, കൃപയാൽ അനുദിനവും. ഇരുകരങ്ങളും കർത്താവിന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ഉയർത്തി ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി പീഡനമേൽക്കുന്ന 10,000 പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കരമുയർത്തി, സ്വരമുയർത്തി ആത്മാവിനെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ വരിക, വരിക, ജനലക്ഷങ്ങളിലേക്ക് വരിക. വിശ്വാസത്തിന് വേണ്ടി ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ പീഡനമേൽക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പൊന്നു പരിശുദ്ധാത്മാവേ, വിശ്വാസത്തിലവരെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ദൈവകൃപയുടെ സമൃദ്ധിയെ പകർന്ന് അവരെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സുവിശേഷത്തിന്റെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്ന സാത്താന്റെ കെണികൾ, ചതികൾ, വഞ്ചനകൾ, പോരുകൾ, തന്ത്രങ്ങൾ, വശീകരണ സ്വാധീനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തിയാൽ നിർവീര്യമാകട്ടെ.
ജനലക്ഷങ്ങൾ ആത്മാവിൽ ഉണരട്ടെ. യുവജനങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. മാറാൻ രോഗികൾ പരിശുദ്ധാത്മ ശക്തിയാൽ സുഖപ്പെടട്ടെ. ക്യാൻസർ മാറട്ടെ, ട്യൂമർ മാറട്ടെ. ഹൃദ്രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ലിവർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. മക്കളില്ലാത്ത ദമ്പതികൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഉദരഫലം എന്നുള്ള ദൈവിക വാഗ്ദത്തത്തിൽ നിറയട്ടെ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ലോകരാജ്യങ്ങൾ അനുഗ്രഹിക്കണമേ. ഭൂഖണ്ഡങ്ങൾ അനുഗ്രഹിക്കണമേ. ക്രൈസ്തവ വിശ്വാസത്തെ ആടി കത്തിക്കണമേ. ലോർഡ് ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിന് വേണ്ടി ജയിലുകളിൽ പീഡനമേറ്റ് കഴിയുന്ന 10,000ങ്ങളുടെ മേൽ വരിക പരിശുദ്ധാത്മാവേ. ശക്തിപ്പെടുക. രക്തസാക്ഷിത്വം മരിച്ചുപോലും വിശ്വാസം കൈമാറുവാൻ, വിശ്വാസം പ്രഘോഷിക്കുവാനുള്ള വലിയ തീഷ്ണത ദൈവജനത്തിലേക്ക് പകരുക, പകരുക. റിലീസ്, റിലീസ്. ദേശാന്തരങ്ങളിൽ ഈ അഭിഷേകം അടിക്കട്ടെ. ലോകരാജ്യങ്ങളിൽ ഈ അഭിഷേകം പടരട്ടെ. ആഗോള സഭ മുഴുവൻ ഈ അഭിഷേകം കത്തട്ടെ. ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ്. ഹല്ലേലൂയ. ഞങ്ങളെ കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ. നിയോഗങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ സകല ആവശ്യങ്ങളെയും അഭിഷേകം ചെയ്യണമേ. ഇന്ന് പ്രത്യേകമായി ഞങ്ങൾ നിയോഗമായി പ്രാർത്ഥിച്ച ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെ വിശ്വാസത്തിൽ പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നാൽ പോലും അത് സ്വീകരിക്കുവാനുള്ള വിശ്വാസ തീഷ്ണത ഞങ്ങൾക്ക് ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുവാൻ കഴിയുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ഒരുക്കമുള്ള ഹൃദയത്തോടെ നമുക്കായിരിക്കാം. കർത്താവായ ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെ അറിയിക്കുന്ന കാലത്തിൻ്റെ അടയാളങ്ങൾ, തിരുവചനങ്ങളിലൂടെ വ്യത്യസ്തമായ അടയാളങ്ങൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. ഈ അടയാളങ്ങളിലൂടെയെല്ലാം എന്താണ് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണവും വ്യക്തിപരമായ മാനസാന്തരവും ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സുവിശേഷ വേലയും ഈ ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള പരിത്യാഗങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയുമാണ് കർത്താവിൻ്റെ ജനമായ നമ്മിൽ നിന്ന് അവിടുന്ന് ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് മതപീഡനത്തെക്കുറിച്ചാണ്. കർത്താവിന്റെ പ്രത്യാഗമനത്തെ അറിയിക്കുന്ന കാലത്തിന് അടയാളങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് മതപീഡനം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 9-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, അവർ നിങ്ങളെ വധിക്കും, എന്റെ നാമനിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. ഒലിവുമലയിൽ യേശുവും ശിഷ്യന്മാരും തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, നിന്റെ ആഗമനത്തിന് അടയാളം ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണം. ഈ ചോദ്യത്തിന് മറുപടിയായി കർത്താവ് പല അടയാളങ്ങളും തൻ്റെ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അതിൽ പ്രത്യേകമായി യേശു പറഞ്ഞു, അവർ നിങ്ങളെ പീഡിപ്പിക്കും, നിങ്ങളെ വധിക്കും, എൻ്റെ നാമനിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. ഈ തിരുവചനത്തിലൂടെ പ്രധാനമായും 3 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നാമതായി യേശു പറഞ്ഞു, എൻ്റെ നാമനിമിത്തം അവർ നിങ്ങളെ പീഡിപ്പിക്കും. ഇന്ന് ലോകമെമ്പാടും ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ സംഘടിതമായ പീഡനങ്ങളും ആക്രമണങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അനേക ലോകരാജ്യങ്ങളിലെ ദൈവജനം വളരെ ഭീഷണിയുടെ നിഴലിലാണ്. ഈ അടുത്ത നാളുകളിൽ പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മൾ അറിയുകയുണ്ടായി.
വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ബോംബ് പൊട്ടിച്ച് നൂറുകണക്കിന് നമ്മുടെ സഹോദരി സഹോദരങ്ങൾ കൊല്ലപ്പെടുകയാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് മിഡിൽ ഈസ്റ്റിൽ, ഇതൊരു പബ്ലിക് മിനിസ്ട്രി ആയതുകൊണ്ട് രാജ്യങ്ങളുടെ പേരും സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, നമുക്കൊക്കെ അത് അറിയാവുന്നതാണ്. വിശുദ്ധ കുർബാന കഴിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് കർത്താവിന്റെ ജനം പുറത്തു വരുന്ന സമയത്ത് കാർ ബോംബ് പൊട്ടി അവിടെയും നൂറുകണക്കിന് ആൾക്കാർ മരിക്കുകയാണ്. എന്തുമാത്രം പീഡനങ്ങളാണ് ഇന്ന് ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശു പറഞ്ഞു, എന്റെ നാമനിമിത്തം അവർ നിങ്ങളെ പീഡിപ്പിക്കും. മറ്റേത് കാലഘട്ടത്തേക്കാൾ ഉപരി ഇന്ന് കർത്താവിന്റെ വചനത്തിന് വലിയ അർത്ഥമുണ്ട്. വിശ്വാസത്തിന് വേണ്ടി ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ അനേകം ജയിലുകളിൽ ജനലക്ഷങ്ങൾ വിശ്വാസികളായ നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, പതിനായിരങ്ങൾ, ജനലക്ഷങ്ങളാണ് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ കരുതുവാനും അവരെ സ്നേഹിക്കുവാനുമുള്ള ഉത്തരവാദിത്വം പ്രിയ സഹോദര സഹോദരി എനിക്കും നിങ്ങൾക്കുമുണ്ട്. അപ്പോസ്തലനായ പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 12-ാം വചനത്തിൽ വചനം പറയുകയാണ്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പീഡിപ്പിക്കപ്പെടും. ആരൊക്കെ യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവർക്കൊക്കെ പീഡനം ഏൽക്കേണ്ടി വരുമെന്ന് പൗലോസ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തമായ മുന്നറിയിപ്പ് ദൈവജനത്തിന് നൽകുകയാണ്. മാനസികമായ പീഡനം, ശാരീരികമായ പീഡനം. ഇന്ന് എന്തുമാത്രം വ്യക്തികളാണ് വിശ്വാസത്തിന് വേണ്ടി മാനസികമായ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഏതാണ്ട് നാളുകൾക്ക് ഒരു അമ്മച്ചിയെ കണ്ടുമുട്ടുവാൻ കർത്താവ് ഇടം നൽകി. അമ്മച്ചിയുടെ പേര് കുഞ്ഞുലക്ഷ്മി എന്നാണ്. 68 വയസ്സ് ഈ അമ്മച്ചിക്ക് കഴിഞ്ഞു. ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപ് ദിവ്യൻ ധ്യാന കേന്ദ്രത്തിൽ പോയി കർത്താവിന്റെ സുവിശേഷം കേട്ടപ്പോൾ അമ്മച്ചിക്ക് മനസ്സിലായി ഏക സത്യദൈവം യേശു ക്രിസ്തുവാണ്. അമ്മച്ചി അതുവരെ അനുഷ്ഠിച്ചു വന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിട്ടുപേക്ഷിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ ഏക രക്ഷകനും കർത്താവുമായി അമ്മച്ചി ജീവിതത്തിലേക്ക് സ്വീകരിച്ചു. ഈ അമ്മച്ചിക്ക് 2 ആൺമക്കളാണ്. ഇവർ കേരളത്തിലെ പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടിയുടെ ലോക്കൽ നേതാക്കന്മാരാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ഈ 2 ആൺമക്കളും അമ്മച്ചിയെ ഉപേക്ഷിച്ചു. അവർ വീട് വിട്ടിറങ്ങി മറ്റ് സ്ഥലങ്ങളിൽ വീട് വെച്ച് കുടുംബമായി സുന്ദരമായിട്ട് അവർ ജീവിക്കുക. കുഞ്ഞുലക്ഷ്മി അമ്മച്ചിയോട് തൻ്റെ ആൺമക്കൾ പറഞ്ഞു, അമ്മച്ചി, ഞങ്ങൾ അമ്മയെ പൊന്നുപോലെ നോക്കാം, പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. അമ്മച്ചി എന്നും വായിക്കുന്ന വിശുദ്ധ ബൈബിൾ, ഈ ബൈബിള് കത്തിച്ച് കളഞ്ഞ് അമ്മച്ചി എന്നും ചൊല്ലുന്ന ജപമാല വലിച്ചെറിഞ്ഞ് ഞങ്ങളുടെ പുറകെ വന്നാൽ ഞങ്ങൾ അമ്മയെ പൊന്നുപോലെ നോക്കാം. എൻ്റെ പ്രിയപ്പെട്ടവർ, 68 വയസ്സ് കഴിഞ്ഞ ഈ കുഞ്ഞുലക്ഷ്മി അമ്മച്ചി ഒരു കൊച്ചു കുടിലിൽ ഒറ്റയ്ക്ക് കഴിയുക. ഇതിനേക്കാൾ വലിയൊരു മാനസികമായ പീഡനം ഒരു അമ്മ എന്ന നിലയിൽ അമ്മച്ചിക്ക് കിട്ടാനുണ്ടോ? ഇതുപോലെ ക്രിസ്തുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ, ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ ലോകത്തിലെ പല രാജ്യങ്ങളിലും ഭാഗങ്ങളിലും മാനസികമായി പീഡിപ്പിക്കപ്പെടുന്ന ജനലക്ഷങ്ങളുണ്ട്. എന്നാൽ ഈ അമ്മച്ചിയുടെ വിശ്വാസം നിങ്ങളോട് പങ്കുവെക്കാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തൻ്റെ ആൺമക്കളെ നോക്കിക്കൊണ്ട് കുഞ്ഞുലക്ഷ്മി അമ്മച്ചി വിളിച്ചു പറഞ്ഞു, മക്കളെ, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവിനെ വിട്ടുകളഞ്ഞുകൊണ്ട് എനിക്ക് നിങ്ങളുടെ സ്നേഹം വേണ്ട. ഞാൻ എന്നും വായിക്കുന്ന വിശുദ്ധ ബൈബിൾ കത്തിച്ച് കളഞ്ഞ് ഞാൻ എന്നും ചൊല്ലുന്ന ജപമാല വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് നിങ്ങളുടെ സ്നേഹം വേണ്ട. ഞാൻ എൻ്റെ കർത്താവിനെ വിട്ടുകളയുകയില്ല. തുടർന്ന് അമ്മച്ചി പറഞ്ഞു, ഈ കൊച്ചു കുടിലിൽ ഞാൻ പുഴരിച്ച് ചത്തുപോയാലും ശരി, ഞാൻ എൻ്റെ യേശുവിനെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തുകയില്ല. എന്തൊരു ധീരതയാർന്ന വിശ്വാസം! ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്ന ഞാനും നിങ്ങളും 68 വയസ്സ് കഴിഞ്ഞ ഈ കുഞ്ഞുലക്ഷ്മി അമ്മച്ചിയുടെ വിശ്വാസം കണ്ടുപിടിക്കേണ്ടതാ. ഇത് കേട്ടപ്പോൾ അറിയാതെ എൻ്റെ ഹൃദയം നിറഞ്ഞു. ഞാൻ അമ്മച്ചിയുടെ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നമ്മച്ചി, അമ്മച്ചി 2 കരങ്ങളും എൻ്റെ ശിരസിൽ വെച്ച് എന്നെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഞാനൊരു ഭംഗിവാക്കിന് പറയലല്ല, ചെയ്ത കാര്യം പറയാ. കാരണം എന്തുമാത്രം വിശ്വാസ തീഷ്ണതയാണ്. പീഡിപ്പിക്കപ്പെടും. ഇതുപോലെ പീഡനങ്ങളിൽ കടന്നു പോകുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 3-ാം വചനത്തിൽ വചനം പറയുകയാണ്, അവർ അവരെ പിടികൂടി, അപ്പോസ്തലന്മാരെ, സന്ധ്യാ സമയമായതുകൊണ്ട്
അവരെ കാരാഗൃഹത്തിൽ സൂക്ഷിച്ചു, അവരെ പിടികൂടി പീഡിപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 8:1 വചനം പറയുന്നു, അന്ന് ജെറുസലേമിലെ സഭയ്ക്കെതിരെ വലിയ പീഡനമുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിൽ പല രാജ്യങ്ങളിലും സഭയ്ക്കെതിരെ വലിയ പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഭാരത സഭയ്ക്കെതിരെ ഇന്ന് ഒരുപാട് പീഡനങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 1998 ശേഷം ഭാരത സഭ പല വിധത്തിലുള്ള പീഡനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർക്കെതിരെ സംഘടിതമായ ചില ആക്രമണങ്ങള്, പീഡനങ്ങള് ഇന്ന് സംഭവിക്കുന്നത് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വ്യക്തമായി നമുക്ക് കാണാനായിട്ട് കഴിയും. എത്ര കൃത്യമാണ് കർത്താവിന്റെ വചനം. അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം 50-ാം വചനത്തിലോട്ട് വരിക. അവിടെ വചനം പറയുന്നു, പൗലോസിനും ബർന്നബാസിനും എതിരെ അവർ ജനങ്ങളെ ഇളക്കി വിട്ട് അവരെ പീഡിപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവർ, യേശു പറഞ്ഞു, എൻ്റെ നാമനിമിത്തം അവർ നിങ്ങളെ പീഡിപ്പിക്കും. രണ്ടാമത് യേശു പറഞ്ഞു, അവർ നിങ്ങളെ വധിക്കും. മത്തായിയുടെ സുവിശേഷം 24:9 എന്താ യേശു പഠിപ്പിക്കുന്നത്? അവർ നിങ്ങളെ വധിക്കും, നിങ്ങളെ കൊല്ലും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 2-ാം വചനത്തിൽ കർത്താവായ യേശു പറഞ്ഞു, നിങ്ങളെ കൊല്ലുന്ന ഏതൊരുവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് പറയുന്ന ദിവസങ്ങൾ വരുന്നു. എൻ്റെ സഹോദര സഹോദരി, നമ്മൾ ആ ദിവസങ്ങളിലാണ്. ഇന്ന് ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുന്ന അനേകർ ഇന്ന് സഭയിലുണ്ട്. അഭിമന്യ മെത്രാന്മാർ പോലും രക്തസാക്ഷികളാകുന്നു. വൈദികർ, സമർപ്പിതർ, കുടുംബസ്ഥർ, യുവജനങ്ങൾ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷികളാകുന്ന കാഴ്ചകൾ നമ്മൾ ഇന്ന് ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 59-ാം വചനത്തിൽ കർത്താവിന്റെ വചനം പറയുകയാണ്, ആദിമസഭയിൽ എസ്തഫാനോസ്, അവർ അവനെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. എസ്തഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുകയാ. സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എസ്തഫാനോസിനെയാണ്. ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ, നമുക്കറിയാം, ഒരു പ്രത്യേക സംസ്ഥാനത്ത് ക്രൈസ്തവർക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ. അവിടെ 27 വയസ്സ് മാത്രം പ്രായമുള്ള രാജേഷ് ദിങ്കൾ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവനൊരു യുവാവാണെങ്കിലും അവൻ ദൈവരാജ്യത്തിന് ശുശ്രൂഷകനാണ്. ഹൈദരാബാദിൽ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് ആക്രമണകാരികൾ ക്രൈസ്തവർക്ക് നേരെ വലിയ പീഡനങ്ങൾ ആ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, രാജേഷ്, നീ ഇങ്ങോട്ട് വരണ്ട, ഇവിടെ വലിയ പീഡനങ്ങൾ, ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേവാലയങ്ങൾ തീ വയ്ക്കുകയാണ്, അനേകരെ പീഡിപ്പിക്കുകയാണ്, കൊല്ലുകയാണ്, മർദ്ദിക്കുകയാണ്. ഇതൊക്കെ കേട്ടപ്പോഴും ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ അങ്ങോട്ട് വരികയാണ്. അങ്ങനെ അവൻ തൻ്റെ ഗ്രാമത്തിലോട്ട് ബസ്സിൽ കയറി പോകുന്ന സമയത്ത് ആക്രമണകാരികൾ ഈ ബസ്സിലോട്ട് പാഞ്ഞു കയറി. ഇവനെ കണ്ട മാത്രമേ അവർക്ക് മനസ്സിലായി ഇവനൊരു ക്രിസ്ത്യാനിയാണെന്ന്. അവൻ്റെ ബാഗ് അവർ പരിശോധിച്ചപ്പോൾ വിശുദ്ധ ബൈബിളും ജപമാലയും അവർക്ക് കണ്ടുകിട്ടുകയാണ്. അവർ ആ ബസ്സിൽ നിന്ന് അവനെ ചവിട്ടി താഴേക്ക് ഇറക്കിയിട്ട് അവൻ ഒരുപാട് ഉപദ്രവിക്കും. 27 വയസ്സ് മാത്രം പ്രായമുള്ള രാജേഷ് തിങ്കളിനോട് അവർ പറയും, നീ വിശ്വാസം ഉപേക്ഷിച്ച് ഞങ്ങൾ പറയുന്നത് പോലെ പെരുമാറുക. അവൻ പറഞ്ഞു, എന്തൊക്കെ പീഡനമേൽക്കേണ്ടി വന്നാലും, എന്തിന് മരിക്കേണ്ടി വന്നാലും ഞാൻ എൻ്റെ കർത്താവിനെ ഉപേക്ഷിക്കില്ല, ഞാൻ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തില്ല. ഇതിൽ രോഷാകുലരായ ആക്രമണകാരികൾ അവൻ ഒരുപാട് ഉപദ്രവിച്ചു. ഈ ഉപദ്രവത്തിന് നടുവിലും അവൻ അവൻ്റെ വിശ്വാസം ഏറ്റുപറയുകയാണ്. അവസാനം ഒരു വലിയ കുഴി കുഴിച്ച് ആ കുഴിയിൽ അവൻ ഇറക്കി നിർത്തുകയാ. അവൻ്റെ തലവരെ മണ്ണിട്ട് മൂടി. അവസാനമായി അവർ ചോദിച്ചു, നീ സ്വീകരിച്ച വിശ്വാസം നീ ഉപേക്ഷിക്കുന്നുവോ? അവൻ പറഞ്ഞില്ല, ഞാൻ രക്തസാക്ഷിയാകേണ്ടി വന്നാലും ഞാൻ എൻ്റെ കർത്താവിനെ വിട്ടുകളയുകയില്ല. യേശു പറഞ്ഞു, അവർ നിങ്ങളെ ചിലരെ വധിക്കും, നിങ്ങളെ കൊല്ലും എൻ്റെ നാമത്തെ പ്രതി. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തില്ല. അതിൽ രോഷാകുലരായ ആക്രമണകാരികൾ തൊട്ടടുത്ത് കിടക്കുന്ന വലിയൊരു പാറക്കല്ലെടുത്ത് രാജേഷ് ഡിങ്കളിന്റെ തലയ്ക്ക് അടിച്ച് അവരെ കൊലപ്പെടുത്തുകയാണ്. വിശ്വാസത്തിന് വേണ്ടി ഈ ചെറുപ്പക്കാരൻ രക്തസാക്ഷിയായി.
ആദിമ സഭയിൽ എസ്തഫാനോസിനെ പോലെ ഭാരത സഭയിലെ എസ്തഫാനോസ് ആണ് ഈ രാജേഷ് ഡിംഗള്. ഇതുപോലെ അനേകം മക്കൾ അന്ന് അവിടെ രക്തസാക്ഷികളായി. അഭിമന്യു നായർ എന്ന് പറയുന്ന മറ്റൊരു മനുഷ്യൻ സാധാരണ കർഷകനാണ്. ഭാര്യയും 4 മക്കളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ തന്റെ വീട്ടുപടിക്കൽ അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് ആക്രമണകാരികൾ വന്ന് അദ്ദേഹത്തിന്റെ കഴുത്തിൽ വാളി വെച്ചുകൊണ്ട് പറഞ്ഞു, നീ നിന്റെ വിശ്വാസം തള്ളിക്കളയുക, നിന്റെ ക്രിസ്ത്യാനിത്തെ നീ ഉപേക്ഷിക്കുക. അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ എൻ്റെ വിശ്വാസം തള്ളിക്കളയില്ല. ഇതിൽ രോഷാകുലരായ ആക്രമണകാരികൾ കൊടും കാട്ടിലേക്ക് അഭിമന്യു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട 40 വയസ്സ് കാണും അദ്ദേഹത്തെ കൊണ്ടുപോയി ഒരു വലിയ മരത്തിൽ അവനെ കെട്ടിയിടുകയാണ്. അവനെ തീ കത്തിക്കുകയാണ്. അവന്റെ ശരീരം കത്തിക്കൊണ്ടിരിക്കുമ്പോഴും അവന്റെ വിശ്വാസം ഏറ്റു പറഞ്ഞു. ഈ ശരീരം കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് നിന്ന് കൈകൊട്ടി പൊട്ടിച്ചിരിച്ച് അവർ അവരുടെ ദേവി ദേവന്മാരുടെ പേര് പറഞ്ഞ് ഉല്ലസിക്കുകയായിരുന്നു. കർത്താവായ യേശു പറഞ്ഞു, നിങ്ങളെ കൊല്ലുന്ന ഏതൊരുവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നെന്ന് പറയുന്ന ദിവസങ്ങൾ വരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ദിവസങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ്. അനേകർ ഇന്ന് വിശ്വാസത്തിന് വേണ്ടി വധിക്കപ്പെടുന്നു. നമ്മൾ അവർക്ക് വേണ്ടിയൊക്കെ മുട്ടുകുത്തി കൈവിരിച്ച് പ്രാർത്ഥിക്കണം. അവരുടെ വിശ്വാസമാണ് നമ്മുടെ ശക്തി. ആദിമ സഭ എന്തുമാത്രം പീഡനങ്ങളിലൂടെ കടന്നുപോയി. 10,000-കണക്കിന് വിശ്വാസികൾ രക്തസാക്ഷിത്വം വരിച്ചു. എന്നാൽ ഇന്ന് ആധുനിക സഭയും ഇതുപോലെ പീഡനങ്ങളിലൂടെ കടന്നു പോവുകയാ. ഇതൊരു അടയാളമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെ വിളിച്ചറിയിക്കുന്നൊരടയാളം. 3-ാമത് യേശു പറഞ്ഞു, എന്റെ നാമനിമിത്തം സർവജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. എത്ര കൃത്യമാണല്ലേ കർത്താവിന്റെ വാക്കുകൾ. ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതിനെ പ്രതി, സുവിശേഷം കേട്ടതിനെ പ്രതി, ക്രൈസ്തവ വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്നതിനെ പ്രതി എന്തുമാത്രം അപമാനങ്ങളും നിന്ദനങ്ങളും കളിയാക്കലുകളും അവഗണനകളും അനുഭവിക്കുന്ന ആയിരക്കണക്കിന് മക്കള് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നില്ലേ? ചിലർ ചിരിക്കുക, സഹോദര, ഞങ്ങളുടെ അനുഭവ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് ഞങ്ങളുടെ അനുഭവ. ശരിയാണേ, ഒരുപാട് മക്കൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ അടുത്ത നാളുകളിൽ ഒരു ധ്യാന ശുശ്രൂഷയിൽ ഒരു ചെറുപ്പക്കാരൻ, കാസർഗോഡ് ഭാഗത്ത് അവൻ വന്നത്, മധു എന്നവൻ്റെ പേര്. അവൻ കർത്താവിൻ്റെ സുവിശേഷം കേട്ടപ്പോൾ അവന് സത്യം മനസ്സിലായി. അവൻ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനായി സ്വീകരിച്ചു. പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ പേരിൽ അവൻ്റെ സ്വന്തം മാതാപിതാക്കൾ അവൻ ഉപദ്രവിച്ചു. അവൻ്റെ വീട്ടിൽ നിന്ന് അവനെ അടിച്ചിറക്കി. പക്ഷെ അവൻ അവൻ്റെ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. ഇന്ന് അവൻ താൻ സ്വീകരിച്ച വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്. ആ സഹോദരൻ അവൻ്റെ അനുഭവങ്ങൾ എന്നോട് പങ്കുവെച്ചപ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇന്ന് 10,000-കണക്കിന് വ്യക്തികളാണ് ഇതുപോലെ വിശ്വാസത്തിന് വേണ്ടി നിന്ദനങ്ങളും അപമാനങ്ങളും അവഗണനകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18-19 വചനങ്ങളിൽ യേശു പറഞ്ഞു, ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. നിങ്ങളെ ദ്വേഷിക്കുന്നതിനേക്കാൾ മുൻപ് ലോകം എന്നെ ദ്വേഷിച്ചു കഴിഞ്ഞു. 19-ാം വചനത്തിൽ വീണ്ടും ഈശോ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ടാണ് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നത്. പ്രിയ സഹോദര സഹോദരി, കർത്താവിൻ്റെ വചനങ്ങളെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ അല്പസമയം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ലോകമെമ്പാടും ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി പീഡനമേൽക്കുന്ന, രക്തസാക്ഷികളാകുന്ന, മാനസികവും ശാരീരികമായി മുറിവേൽക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, പരസ്പരം കരങ്ങൾ കോർത്ത് പിടിക്കുക. അതാണ് നാളുകൾക്ക് മുൻപ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സിറിയൻ ജനതയ്ക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ ലോകത്തോട് ആവശ്യപ്പെട്ടു. പരിശുദ്ധ പിതാവിൻ്റെ എല്ലാ നിയോഗങ്ങളോടൊപ്പം ചേർന്ന് നമ്മൾ ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ക്രൈസ്തവ സമൂഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസത്തെ പ്രതി ജയിലുകളിൽ പീഡനമേറ്റ് കഴിയുന്ന നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ക്രൈസ്തവ വിശ്വാസത്തിന് എതിരെ നിലകൊള്ളുന്ന ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഭരണകൂടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ കോർത്ത് പിടിച്ചൊരു നിമിഷം നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, ലോകരാജ്യങ്ങളിൽ വരിക. കർത്താവിന്റെ സുവിശേഷത്തിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ലോകരാജ്യ നേതാക്കന്മാരെ, ഗവൺമെന്റുകളെ പരിശുദ്ധാത്മാവേ വിശുദ്ധീകരിക്കണമേ.
വിശ്വാസത്തിന് വേണ്ടി പീഡനമേൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെയും പരിശുദ്ധാത്മാവേ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തണമേ. ഓർത്ത് പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശു നാമം വിളിക്കുന്നു. യേശുവേ, വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അപ്പോസ്തലർ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ, തലമുറകൾ അനുഗ്രഹിക്കണമേ. ബ്ലെസ് 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 ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കാലത്തിന് അടയാളങ്ങൾ എന്ന ഈ വചന പരമ്പരയിലൂടെ മതപീഡനത്തെ കുറിച്ച് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ വിശുദ്ധീകരിക്കുക, വിശ്വാസത്തിന് വേണ്ടി രക്തം ചിന്തേണ്ടി വന്നാലും അതിനുവേണ്ടി ഒരുങ്ങുക. ഈ ശുശ്രൂഷയെ കുറിച്ച് നിങ്ങൾ അനേകരോട് പങ്കുവെക്കണം. അല്പമായിട്ടെങ്കിലും ഇന്നത്തെ ശുശ്രൂഷ വഴി നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവ് ഉണർത്തിയെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം. നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ വരുന്ന അഡ്രസ്സിൽ നിങ്ങൾ എഴുതുക, വിളിക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിന് നിരവധിയായ ആവശ്യങ്ങളെയും നമ്മുടെ വിശ്വാസത്തിന് നായകനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരമപരിശുദ്ധനായ ദൈവം തിരുവോസ്വരൂപനായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിച്ചു. കാലത്തിന് അടയാളങ്ങൾ എന്ന വചന പരമ്പരയിലൂടെ മതപീഡനത്തെ കുറിച്ച് ഇരുകരങ്ങളും ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ നമുക്ക് യാചനാപൂർവം തുറന്നു പിടിക്കാം. അനേകം കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ മഹത്വത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന അത്ഭുതത്തിന്റെ മണിക്കൂറുകളാണിത്. പ്രിയ സഹോദര സഹോദരി, ദിവ്യകാരുണ്യത്തിലേക്ക് വിശ്വാസത്തോടെ നോക്കുക. നമ്മുടെ വിശ്വാസ ജീവിതം ശക്തിപ്പെടുവാനായിട്ട് പീഡനങ്ങളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ, എന്തുമാത്രം ത്യാഗങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുന്നവരായി മാറുവാൻ നമ്മൾ ആഗ്രഹിച്ച് ഇരുകരങ്ങളും ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. 10,000 പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്ന സമയം സഭാ സമൂഹങ്ങൾ വിശ്വാസത്തിൽ ശക്തിപ്പെടട്ടെ. ആഗോള സഭ മുഴുവൻ വിശ്വാസത്തിൽ ശക്തിപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങി സ്വരമുയർത്തി ആത്മാവിനെ വിളിക്കേ. വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തണമേ. അവിശ്വാസത്തെ, അന്ധവിശ്വാസത്തെ നിർവീര്യമാക്കണമേ. സുവിശേഷത്തിന് വേണ്ടി, വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസ പാരമ്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ ആത്മാവേ ഓരോ മക്കളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലോകമെമ്പാടും ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി പീഡനമേൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണമേ. അനേകം കുടുംബങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്ന സമയം, അത്ഭുതങ്ങൾ വെളിപ്പെടുന്ന സമയം, രോഗികൾ സുഖപ്പെടുന്ന സമയം, ഈശോയെ നോക്കിക്കൊണ്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കേ. ഈശോയെ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. അടുത്ത ആഴ്ചയിൽ കാലത്തിന് അടയാളങ്ങൾ എന്ന വചന പരമ്പരയിലൂടെ ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചനങ്ങളും അതിന്റെ പൂർത്തീകരണങ്ങളും നമ്മൾ ധ്യാനിക്കുകയാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി എല്ലാവരും കടന്നു വരിക. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ